ധന്യക്ക് എത്ര അടി? നിന്റെ 2.5 മാർക്ക് ആരും കൊണ്ടുപോയി? എന്റെ പൊന്നമ്മ, 2.5 മാർക്ക്. 2.5 മാർക്ക് മാർക്കല്ലേ? 2.5 മാർക്ക് നീ ഇവിടെ 24 മണിക്കൂർ പുസ്തകം തിന്നണ കാണാമല്ലോ. നിനക്ക് എന്താ അറിയാൻ പാടില്ലായിരുന്നു? അമ്മ അറിയായിരുന്നു, MCQ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ തെറ്റി. പിന്നെ ഇവിടെ ഒരു ദണ്ട് ഇത് കണ്ടോ? ഇത് ഞാൻ ഇത്ര എഴുതിയിട്ട് 1 മാർക്ക്. ധന്യക്ക് എത്ര മാർക്കാ? ഞാൻ നോണ പറഞ്ഞാൽ ഞാൻ വിളിച്ചു ചോദിക്കും. ധന്യക്ക് 18, 19 എന്തേ ഉള്ളൂ. ഫുൾ മാർക്ക് കിട്ടിയത് ആരൊക്കെ ഉണ്ട്? അത് ശിവദർശനിക്ക് അത്ര. അത് എപ്പോഴും ശിവദർശനിക്കാണ്, സ്മൃതിക്കും ഉണ്ട്. നിനക്ക് എന്താണ്, നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുള്ളത്? ആ പിള്ളേർക്കൊക്കെ നിന്നെക്കാളും മാർക്ക് കൂടുതൽ നിന്റെ കൂട്ടുകാരികളാന്ന് പറഞ്ഞല്ലേ നീ നടക്കുന്നത്? അമ്മ 2 മാർക്ക്. 2 മാർക്കാണെങ്കിൽ 2 മാർക്കല്ലേ? അമ്മ ക്ലാസ് ടെസ്റ്റ് ആണ്, ഇതൊന്ന് നോക്കുക. ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഇത് തന്നെയല്ലേ നീ കൊല്ല പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ പോണത് അല്ലേ? 2 മാർക്ക് പോയെന്ന് വിചാരിച്ചു ഇവിടെ ഒരു കുഴപ്പമില്ല. 2 മാർക്ക് പോയെന്ന് വെച്ച് കുഴപ്പമുണ്ട്? നിനക്ക് എന്തിന്റെ കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ട്? ആ പിള്ളേരെക്കാളൊക്കെ അന്തസ്സായിട്ടല്ലേ നീ ഇവിടെ നിന്ന് പോണത്? അമ്മ ക്വസ്റ്റ്യൻസ് ഭയങ്കര പാടായിരുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇരുന്ന് പഠിക്കണം. ഫോണിലോട്ട് കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റൂല. അമ്മ ഇതൊക്കെ ഇത്തിരി കൂടുതലാണ്. കൂടുതൽ തന്നെയാണ്, നിനക്ക് കൂടുതൽ. ഈ അമ്മയടുത്ത് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഡാഡി അടുത്ത് പറഞ്ഞെങ്കിൽ ഡാഡി മനസ്സിലെങ്കിലും ആക്കിയാണ്. അയ്യോ, നിന്റെ ഡാഡിക്ക് എന്താ അല്ലെങ്കിൽ എന്താ പ്രശ്നമുള്ളത്? രാവിലെ എഴുന്നേറ്റ് വെള്ളയിട്ട് പാർട്ടിയിൽ നിന്നും പറഞ്ഞു പോകും. ഒന്നല്ലെങ്കിൽ കാൽനട ജാഥയ്ക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പൊ പോയിട്ടുണ്ട് ഫണ്ട് ബക്കറ്റ് പിരിവെന്നും പറഞ്ഞ്. അതുകൊണ്ട് മോളുടെ മാർക്ക് എന്താ? അതെന്താ? അമ്മയും കാട്ടി നല്ലോണം അറിയാം. കഴിഞ്ഞ എന്റെ PTA മീറ്റിംഗിൽ ഡാഡി വന്ന് എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടിട്ട് എന്നെ പോയത്. എന്നിട്ട് എന്താ പ്രയോജനം? ഡാഡി വന്നതിന്റെയാണ് ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്കപ്പോ പേടിയില്ലാതെ പോയി. ഡാഡി വരാനുള്ള കാരണം എന്താ? ഞാൻ ഇനി സ്കൂളിലോട്ട് വരില്ല എന്ന് കട്ടായം പറഞ്ഞതുകൊണ്ട്. എന്തുവായാലും വന്ന് സംസാരിച്ച് അതിന്റെയാണ് കണ്ടത്. ടീച്ചേഴ്സ് എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ തോറ്റെങ്കിൽ അമ്മയെ കിടന്ന് കാണിക്കുന്നതിനൊക്കെ ഒരു ന്യായമുണ്ട്. തോക്കാനാണെങ്കിൽ മോളെ എന്തിനാണ് സ്കൂളിലോട്ട് വരുന്നത്? എവിടെ ഇരുത്തി അടുക്കള പണി ഏൽപ്പിക്കും. അയ്യോടാ, തോറ്റെങ്കിന്ന് ഒപ്പിട്ട് തരുമോ? ഇല്ല, ഒപ്പിട്ട് തരാൻ മനസ്സില്ല എനിക്ക്. അമ്മ കൊടുക്കണോ അമ്മ ടീച്ചറിന് നാളെ? അടുത്ത പ്രാവശ്യം നീ നല്ല മാർക്ക് മേടിക്കോടി. മേടിക്കുക. ധന്യേനെക്കാളും നിന്റെ മറ്റേ പെണ്ണിനെക്കാളും കൂടുതൽ മാർക്ക് മേടിക്കും. അമ്മ ഈ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യല്ലേ? പത്രത്തിലൊക്കെ വരണം കണ്ടിട്ടില്ല? ഒരിക്കലും പിള്ളേരെ ബാക്കി പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. പത്രത്തിൽ എഴുതിയേക്കണ പോലെ എവിടെ ജീവിക്കണത്? നിനക്കൊക്കെ മാർക്ക് മേടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. PTA മീറ്റിങ്ങിനെ ഞങ്ങൾ അവിടെ പോയിരിക്കുമ്പോഴത്തേന് ഈ തള്ളമാര് നിങ്ങളുടെ മോർക്ക് എത്ര കിട്ടി, നിങ്ങളുടെ മോക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കുമ്പോഴത്തേനും നാണം കിട്ടുവാണോ? ഞാൻ എന്റെ മോക്ക് മാത്രം 17.5 മാർക്ക്. 1 മാർക്കിന് അമ്മ നാണം കറി ഞാൻ സഹിച്ചു. ഇപ്പൊ എനിക്ക് അവനെക്കാട്ടും കൂടുതലാണെങ്കിൽ പറഞ്ഞു, എനിക്ക് വേറെ ആരുടെയും കാര്യം അറിയാം. എനിക്ക് അഭിമാനമല്ലേ അപ്പൊ? അമ്മ 17.5 മാർക്ക് നല്ല. ഇത്രയും കിട്ടാത്ത പിള്ളേരുടെ അമ്മമാരോ? അപ്പോ നീ അവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്ക്. ഇത് ഞാൻ ഒപ്പിട്ട് തരാം, മറ്റേ പേപ്പറും കൂടി വരട്ടെ, അപ്പ അറിയാം. മറ്റേത് എല്ലാവർക്കും പാടായിരുന്നു. എല്ലാവർക്കും ഒരു 15 മാർക്ക് പ്രതീക്ഷ അധികം ടീച്ചർ പറഞ്ഞു. ഞാനിപ്പോ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് അല്ല, ഞാൻ അമ്മയുടെ മോളാണ്. എനിക്ക് ആ ബുദ്ധി. ടീച്ചർ പറഞ്ഞു അത്ര മേടിച്ചാൽ മതി എന്ന് പറഞ്ഞോ നിന്നോട്? അത്രേ കിട്ടത്തുള്ളൂ. അത്ര പാടായിരുന്നത്. നിന്റെ വായി കിടക്കണ നാക്കിലായിരുന്നെങ്കിലേ പണ്ടേ നിന്നെ വല്ല പട്ടിയും പിടിച്ചിട്ട് പോയാനെ. ഈ മറ്റേ പേപ്പർ ഞാൻ അമ്മയുടെ കാണില്ല, ഡാഡി ഒപ്പിട്ടെന്നുള്ളൂ, അല്ലെങ്കിൽ മാമനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം. തോറ്റ് തുന്നം പാടി നിന്നാലും അവളുടെ മുഖം കണ്ടോ? അമ്മ തോറ്റ ഇത് എനിക്ക് അഭിമാനമാണ്. തോറ്റ് തുന്നമ്പാട് മനുഷ്യൻ. +1 ആണ്. പണ്ടത്തെ പോലെ മാർക്കൊന്നും കിട്ടൂല. എന്റെ കുഴപ്പം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം. എന്റെ ദൈവമേ, ഇനി എന്റെ അനിയന്റെ കാര്യം ഓർത്തിട്ടാണ്. അവനെ ഇട്ട് കൊല്ല ചെയ്യുമല്ലോ. കുറച്ച് ഉണക്ക ചാണകം പൊടിച്ചിട്ടേ ഷാമ്പൂലൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ചട്ടി പൊട്ടിയിട്ടാ നോക്കിയേ. ആ സൈഡ് പൊട്ടിയല്ലേ? അത് കഴിഞ്ഞ ദിവസം കണ്ട് സ്കൂട്ടർ എടുത്തപ്പോൾ അതിന് എന്ത് ചെയ്യും? അതിനിപ്പോ അങ്ങനെ അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ ചട്ടി ചട്ടി വാങ്ങിച്ചിട്ടേ അങ്ങനെ അങ്ങ് ഇറക്കി വെച്ചാ മതി. അതെ, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഇതായി പോകും. ചൂടിന്റെ ആണല്ലേ ചെടിയൊക്കെ? ചൂടല്ലേ? ഇനിയിപ്പോ അടുത്ത മാസം കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നിന്ന് വെളിയിറങ്ങാൻ വയ്യല്ലോ. ആ ട്രാഫിക്കിലിരിക്കണ രാജുവൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് സങ്കടം പറയണം. അവർക്ക് വെയിലത്തല്ലേ നിൽക്കണം, ഫുള്ള് വെയിലത്ത് നിന്ന് കരിഞ്ഞ്. വൈകിട്ടാകുമ്പോ ഒരു പരുവാകും. ആന്നേ. എന്നിട്ട് അവരെങ്ങാനും ആരോടെങ്കിലും ദേഷ്യപ്പെട്ടപ്പോഴും അത് മതി. പിന്നെ അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ പോലീസുകാർ ഇങ്ങനെ പെരുമാറി. നന്നായിട്ട് ഒഴുക്കി അല്ലെന്ന് അങ്ങനെ പറഞ്ഞ തണുക്കെ ഒഴിക്കാൻ. അതെ, അതാണ് ഞാൻ നിറച്ചൊഴിച്ചത്. അതാണ് തറയിലൂടെ ഒഴിച്ചു കൊടുത്താലേ, അല്ലെങ്കിൽ പൊട്ടിപ്പോ. സാറേ, ക്ലീറ്റോ നേതാവുണ്ടോ? പുറത്തോട്ട് പോയി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? സാറിനെ കൊണ്ട് നേരിട്ടൊരു കാര്യം പറയാനാ. ഒന്ന് വിളിച്ചോക്കടെ. എവിടെ? ജഗതിയില്ല സാർ. എനിക്കറിയാം. എന്തുപറ്റി? വേറെ എന്തെങ്കിലും ഇടപാടുകളിലും ഉണ്ടോ? ഇല്ല, സാറിനെ കൊണ്ടൊരു കാര്യം, അത്യാവശ്യ കാര്യം പറയാം. കിട്ടണുണ്ടോ? ഹലോ
ആ ക്ലീറ്റോ ചേട്ടാ ഒരു ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ. മധു 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 എന്ന് പറഞ്ഞ ജഗതി ചേട്ടൻ. വരൂ ഇപ്പൊ മുകളിലെത്തി. ആ ശരി ശരി ഓക്കെ. ആ മുകളിലെത്തി ഇപ്പൊ വരും. മുകളിലെത്തി കേറി ഇരിക്കായിരുന്നില്ലേ ചേട്ടാ? ഇവിടെ നിന്ന് നേതാവ് കണ്ടിട്ട് പോയിക്കോളൂ. വരും വരും ഇപ്പൊ വരും. അതറിയാ ഇവിടെ നിന്നോളാം. ആ ഞാനേ പാർട്ടി ഓഫീസിലെ ചെറിയൊരു ആവശ്യമായിട്ട് പോയിരിക്കായിരുന്നു. അതാ നേതാവിൻ്റെ മോളെ ആശുപത്രിയിലാണ്. ശരി. അവൾ നിന്ന് നിപ്പിലങ്ങ് ബോധം കിട്ടി വീണു. ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഹാർട്ടിന് വിഷയം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ചെയ്യണമെന്നറിയില്ല. നേതാവിനെ നോക്കി വന്നതാ. കുഴപ്പമില്ല. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? നുള്ളി പറക്കി ഞാൻ കടമ അടിച്ചാൽ അവിടെ കുറച്ച് പൈസ ഉണ്ട്. ഇനി വേണം 50,000 രൂപ. എനിക്കിനി പറയാൻ ആരുമില്ല. നേതാവെ സഹായിക്കണം. ഇല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. ഓപ്പറേഷനൊക്കെ നടത്താം. കുഴപ്പമില്ല. വിഷമിക്കില്ലേ? നമ്മളൊക്കെ ഇരിക്കുകയല്ലേ മധു. അളിയൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ വല്ലതും മുറിക്കണ്ട? എല്ലാം കൂടെ എടുത്ത ഒരു 32,500 രൂപയാണുള്ളടാ. നമുക്കിപ്പോൾ ഒന്നും മറിച്ചാൽ നമ്മൾ പാർട്ടി എല്ലാവരും കൂടെ മുൻകൈ എടുത്തിട്ടൊരു ഫണ്ട് ശേഖരണമൊക്കെ നടത്താം. വേറൊന്നുമില്ല. അല്ലേ പിന്നെ വല്ല പണയം വയ്ക്കുക അല്ലെങ്കിൽ മറിക്കുക എങ്ങനെ ചെയ്യണം? ആ ഒരു കൊച്ചിന്റെ കാര്യല്ലേ. ഞാൻ നോക്കിയിട്ട് എന്തിനാണ് വിളി. ബാ നമുക്ക് വഴിയുണ്ടാക്കാം. വിഷമിക്കല്ലേ? പാവല്ലേ ചേട്ടൻ കരയുവാണ് കേട്ടോ. ആരെ വിളിച്ചു ചോദിക്കുന്നുണ്ടോ? സഹായം ചേട്ടൻ്റെ അടുത്തോ സുരേഷ് ചേട്ടൻ്റെ അടുത്തോ ഒന്ന് ചോദിച്ചു നോക്ക്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമുക്കൊക്കെ മക്കളുള്ളതല്ലേ, ചോദിച്ചു നോക്ക്. ഇത് ഇടയ്ക്ക് തുടച്ചില്ലെങ്കിലേടാ. അതെ അതെ, വൃത്തികേടായി പോകില്ലേ? ഇതൊക്കെ സമയമില്ല ആർക്കും ഒന്നിനും. ആ മുഖം പൊത്തിക്കടേ, പൊടി വീണ തുമ്മി ഊപ്പാട് വരും. ഇപ്പൊ ആ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഏതാ മതിയായിരുന്നു. നീ അടിച്ചു തലക്കൂടെ ഇടല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇവിടെ മാറാല കുറവാ. പിന്നെ മച്ചമ്പിയെ, നിങ്ങളുടെ സ്റ്റേഷനിലേ പിടിയിട്ട പുള്ളികൾ ആരെങ്കിലും ഉണ്ടോ? എന്തോന്ന് പിടിയിട്ട പുള്ളികൾ? അങ്ങനെയൊന്നുമില്ല. 1-2 ദിവസം താമസിച്ചാലും നമ്മൾ എങ്ങനെയാലും പൊക്കുവാനാ. പിടിക്കേണ്ടവരാണെങ്കിൽ പിടിക്കും, പൊക്കാനാണെങ്കിൽ പൊക്കിയിരിക്കും. എടുത്ത് അകത്തും ഇടുകയും ചെയ്യും. പക്ഷെ നെയ്യാറ്റിങ്കര നമ്മുടെ കൊടങ്ങാള സ്റ്റേഷനിലേ ഒരു പിടിയിട്ട പുള്ളിയുണ്ട്, അണ്ണി സുനി. ദില്ലിപ്പടിലറിയാം അണ്ണി സുനിയെ? നമ്മുടെ തവണക്കുഴിയിലെ പങ്കജാക്ഷമാവനില്ലേ, പങ്കജാക്ഷമാവന്റെ മോൻ അണ്ണി സുനി. സുനിച്ചേട്ടൻ ഈ അണ്ണിന്നൊന്നും എനിക്കറിയത്തില്ല. വല്ല കേസിലും പെട്ടാ? കേസിൽ പെട്ടതോ? അവനാ തിരുവനന്തപുരം അറിയപ്പെടുന്ന ഒരു മോഷ്ടാവാ. തിരുവനന്തപുരത്തല്ലേ? നിങ്ങളുടെ നേറ്റിക്കരയല്ലേ? എല്ലാരും അറിയാം. അവൻ ഇവിടെ തന്നെ 10-14 കേസുണ്ട്. ഇവിടെ തമ്മാനൂരൊന്നും അവൻ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനൊന്നും കിട്ടത്തില്ല. അവൻ പിടിയിട്ടാ പുള്ളി. അവൻ ഇവിടുന്ന് ഇപ്പൊ ഒരു മോഷണ കേസിനകത്ത് 2 വർഷമായി. 2 വർഷമായിട്ട് ഇതുവരെ പോലീസ് പിടിച്ചില്ലല്ലോ. പക്ഷെ അമ്പലത്തിൽ പൊങ്കാലക്കൊക്കെ വന്നിട്ട് പോയി. നമ്മുടെ കൂട്ടുകാരോടെ സെൽഫിയൊക്കെ എടുത്തായിരുന്നു. നിങ്ങൾ പോലീസ് പിടിച്ചില്ല. അതിപ്പോ ഒരു കൃത്യമായ ഒരു ട്രാക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മള്. അതിന്റെ ആൾക്കാരെ കൃത്യമായി പൊക്കോളം ചെയ്യാന്. ഇവനെന്തിനാ അണ്ണി അണ്ണിന്നൊക്കെ വിളിക്കണം? അണ്ണിന്ന് വിളിക്കാൻ നേരെ ഈ മരത്തിനകത്ത് അണ്ണിന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് അണ്ണാനെ അണ്ണിന്നാ പറയുന്നത്. മരത്തിനകത്ത് അണ്ണാൻ കയറുന്ന പോലെ ഇപ്പൊ ഓരോ വീട്ടിൽ മോട്ടിക്കാൻ കയറും. അങ്ങനെ അവൻ ചേട്ടനെ കണ്ടാ അങ്ങനെ തോന്നൂല്ലോ കേട്ടോ. ഒരു പാവം പിടിച്ചത്. അവൻ പാവം മുഖം വെച്ച് എന്തോരം മോശം നടത്തുന്ന അറിയാവോ? അവൻ വിളിച്ചാടി? വിളിച്ചാ? ഇങ്ങോട്ട് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച്. അപ്പൊ പറഞ്ഞ് തിരിച്ചു വിളിക്കാന്നിട്ട് പിന്നെ വിളിച്ചില്ല. പൈസ ആയി കാണോ എന്തോ? ലീറ്റ മച്ചമ്പി പോയിട്ടുണ്ടെ പൈസയുടെ കാര്യം എങ്ങനെയും സെറ്റാക്കും. അതിനകത്ത് മച്ചമ്പി കാലന. അതല്ല, ഒരു 2 ദിവസം കൂടെ കഴിച്ചിട്ടാണെങ്കിൽ എവിടെന്നെങ്കിലും മറിക്കും. ഇതിപ്പോ ചോദിച്ചപ്പോൾ ആരെങ്കിലും ഇന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും പൈസ ഇല്ലല്ലോ. അത് മച്ചമ്പി നോക്കിക്കോളൂ. നാളെ മറ്റന്നാളൊക്കെ ആണെങ്കിൽ എവിടെന്നെങ്കിലും മറിച്ചെങ്കിലും കൊടുക്കായിരുന്നു. പാവം. റേഷൻ കടയിൽ പോകേണ്ട അവസാന ഡേറ്റ് ആണേ. നീ ഒരു കാര്യം ചെയ്യേ, കാർഡും ഒരു കവറൂടെ അങ്ങ് എടുത്തോ. മണ്ണെണ്ണ കുപ്പിയോടെ എടുത്തോ. ഞാൻ പോവാ. നീ റേഷൻ കടയിൽ പോകാൻ നിൽക്കണം. ഞാൻ പോയിട്ട് ഞാൻ വെറുതെ ഇരിക്കല്ലേ. ഞാൻ പോവല്ലോ. നീ എന്തിനു പോണ? വേണ്ട, ഞാൻ പോയിട്ട് വരാം. ആ കാർഡും കന്നാസും കവറും അരിയോണ്ട് ഒഴുകി. അല്ല, അരി മേടിക്കണ്ടേന്ന് ഞാൻ മേടിച്ചോളാം. നീ ഇപ്പൊ റേഷൻ കാർഡും സാധനം എടുത്തിട്ടോ? അല്ല, ഞാൻ പൊക്കോളാം. അങ്ങോട്ട് പോയാ കന്നാസും കവറും സഞ്ചിയൊക്കെ എടുക്കും. ഞാൻ പോവാം. രാവിലെ ഇരുന്ന പൈസ
അവരെന്തോ സാധനം മേടിക്കാൻ എന്തോ എടുത്ത് കൊടുത്തു. പൈസ ഒന്നുമില്ല. അളിയൻ്റെ ഈ ഒരൊറ്റ കേസായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആവശ്യമായതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും മുൻകൈ എടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ 2 ദിവസത്തിനകത്ത് പൈസ മറിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരിയായില്ലേ. ഇതിപ്പോൾ അളിയനെ ഞാൻ തിരിച്ചുപദേശിക്കേണ്ട അവസ്ഥ വന്നിരിക്കും. അളിയൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചാടല്ലെന്ന്. അളിയ എല്ലാത്തിനകത്തും ചെന്ന് ചാടും. സാറേ നീ പറയണ കേട്ടാ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനല്ലല്ലോ എടുത്തത്. അതൊരു കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ. കുറച്ച് പൈസ എനിക്ക് വരാനുണ്ട്, അത് വരുമെന്ന് വിചാരിച്ചു, പക്ഷേ വന്നില്ല. അളിയ ഇതിപ്പോൾ 2 ദിവസം എങ്ങനെയെങ്കിലും ചവിട്ടായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പിളിക്കുട്ടൻ്റെ ഏരിയയിലെ പൈസ ലേറ്റ് ആവുമെന്ന് ഞാൻ കരുതിയത്. ആരും പ്രതീക്ഷിക്കാതെ ഇന്ന് രാവിലെ അവൻ കൊണ്ടുവന്ന് പൈസ അടച്ച് റെസീറ്റ് മേടിച്ചു. ഇതിപ്പോൾ ഉടനെ കല്ലാമ അറിഞ്ഞാണ്, സതീഷ് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ എന്നെ സാറിനെ വിളിച്ച് പറയും. അതെ, നീ ഒരു 2 ദിവസം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നീ ഒന്ന് ഇതാക്കോ. 2 ദിവസം കൂടെ ഒന്ന് പിടിച്ചു നിർത്ത്. അല്ല ഞാൻ എന്ത് പറയാനാണ്? നീ വിചാരിച്ചാൽ നടക്കും. നിൻ്റെ കയ്യിലല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കണേ. ഈ എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കൂടെ സാർ ഇപ്പോൾ വിളിക്കും. ഇപ്പോൾ വിളിച്ചാൽ ഞാൻ എന്ത് പറയും? അതാ കല്ലാമ വിളിക്കുന്നു. സതീഷ് ഇത് ഫോൺ എടുക്കണം, കട്ട് ചെയ്യട്ടോ. ആ സതീഷേ, ആ അറിഞ്ഞ് ആ അമ്പിളിക്കുട്ടൻ അതടച്ച് റെസിപ്റ്റ് മേടിച്ചെന്ന് പറഞ്ഞു. ആ ഇല്ലില്ല, അല്ല ഞാൻ ക്ലീറ്റോ എടുത്തോട്ട് പോവുകയാണ്. അല്ല ഇത് പൈസ നാളെ അടച്ചാൽ പോരെ? ഇന്ന് തന്നെ അടയ്ക്കണോ? ശരി. ഓ സെറ്റാക്കാം. ഓക്കെ. ഓ സതീഷ് ആരാ മോൻ? ബാബുരാജേ, ഒന്നുമില്ല ബാബുരാജേ, ഞാനേ വിളിച്ചതൊരു ചെറിയൊരു ബിസിനസ്സിൻ്റെ ഒരു അത്യാവശ്യം. ഒരു 50 രൂപ മറിക്കാൻ കാണുമോ? അടുത്ത ആഴ്ച എടുക്കാം. 50 രൂപ. ഓ ഇല്ല കുഴപ്പമില്ല. ഇല്ല അത് കുഴപ്പമില്ല. ഞാൻ വെറുതെ ഉണ്ടെങ്കിൽ മതി, ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അത്ര അത്യാവശ്യം ആയതുകൊണ്ട് ചോദിച്ചാൽ. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യും. ശരി. ആരാ വിളിച്ചത്? ബാബുരാജ്. അവൻ നടക്കൂലളിയാണ്. അളിയ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാനിപ്പം അപ്പുക്കുട്ടൻ സാറിനോട് പറയട്ടോ, അളിയൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പൈസ എടുത്തൊന്ന് മറിച്ചു പോയി. നീ ചുമ്മാ അതൊന്നും വേണ്ട. ഇത്ര നാൾ പാർട്ടിയിൽ ഇല്ലാത്ത കീഴ്വഴക്കൻ ഇപ്പം ഞാനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും വേണ്ട. നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ക്ലീറ്റാണെങ്കിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇതുവരെ കിട്ടിയിട്ടില്ലെന്നേ. പാവം കഷ്ടമായി. ഏട്ടൻ്റെ കയ്യിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നതാണ്, അതിൻ്റെ കയ്യിലും ഇല്ല. പാവം. എൻ്റെ കയ്യിലുണ്ടാവേണ്ടത് തന്നെ. ആ ചിട്ടി പൈസ ഞാൻ അതിന് തൊട്ട് മുമ്പാണ് കൊടുത്തത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കൊടുക്കായിരുന്നു. ഒരു കൊച്ചിനെ സഹായിച്ചിട്ട് ഇങ്ങനെയായി. ക്ലാസ്സിൽ കിട്ടാനില്ല ഒന്നും. അല്ല ഞാൻ പറയണ അപ്പുക്കുട്ടൻ സാറിന് അറിയാവുന്ന കാര്യമാണ്, പുള്ളിക്ക് അതൊന്ന് കണ്ണടച്ചാൽ മതി. അതിന് ചെയ്യുന്നില്ല. ഒരു വാക്കത്തി എന്തെങ്കിലും എടുക്കേണ്ടത്. എന്തോ റേഷൻ സാധനം എല്ലാം കിട്ടി. കടക്കാരൻ ഭയങ്കര മുട. അത് വന്നിട്ടില്ല ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു ജാടകമാണ്. അയാളുടെ സ്ഥിരം നമ്പർ. ഞാൻ പിന്നെ ഇന്നാളെ യൂട്യൂബ് തൊട്ട് നമുക്ക് കിട്ടേണ്ട റേഷൻ സാധനം ഇല്ലെങ്കിൽ ചോദിച്ചു മേടിക്കണമെന്ന്. അതിലോട്ട് ചെറിയൊരു കശവിശം ഉണ്ടായി. ഒരു വാക്ക് തർക്കം. ഞാൻ മാത്രമല്ല, ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരാതി വല്ലതും വരുമെന്ന് അതൊരു ഇന്റർനാഷണൽ പ്രശ്നമാക്കി എന്നെ ക്രോസ് ചെയ്യാൻ വരരുത്. പേട്ട സാധനം എല്ലാം അടിച്ചൊന്നുമില്ല, വാക്കാല് പറഞ്ഞതേ ഉള്ളൂ, ചെറിയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ചെല്ലുമ്പോ അറിയാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. വേണ്ട സാധനങ്ങൾക്ക് വേണ്ടി ഒച്ച എടുത്തു. പിന്നെ അടിച്ചപ്പോൾ അവിടെ നിന്നൊരു സാധനം താഴെ വീണു, പൊട്ടിയില്ല, എടുത്തു വെച്ചു. ദൈവമേ, എല്ലാ സാധനവും അടുത്ത മാസം അങ്ങോട്ട് പോകാൻ പറ്റുവാ? ഞാൻ പോവും. പോയാ മതി. പിന്നെ റേഷൻ കടയുടെ ബാക്കി പൈസക്ക് അരികൊണ്ട് മേടിക്കാൻ ചെന്നപ്പോൾ ബാബുണ്ണനും കട തുറന്നിട്ടില്ല. നീ ക്ലീറ്റോനെ വഴിയിൽ വെച്ചെങ്ങാനും കണ്ട? ഇല്ല. മറ്റേ പോയിട്ട് വല്ല റെഡിയായോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. വർഷോപ്പിൽ വണ്ടി വല്ല മണിയുണ്ടായിരുന്നു, നമുക്കത് വിറ്റിട്ടാരിച്ച് പൈസ കൊടുത്ത് സഹായിക്കായിരുന്നു. കിഡ്നി കൊടുത്താൽ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാതെ പോയി. കിഡ്നി കൊടുത്താൽ പൈസ കിട്ടുമോ? ആരുടെ കിഡ്നിയാ? കൂട്ടുകാരന്മാർ വെറുതെ വയ്ക്കുന്ന പറയുന്നുണ്ട്, ആരുടെങ്കിലും ഒരെണ്ണം മേടിക്കാം. സ്വന്തമാണെങ്കിൽ ഒന്നും കിട്ടാൻ പോണില്ല. ഒടിക്കാതെ ഇരിഞ്ഞത് ഒടിക്കാതെ വാ. കൈ കണ്ട എന്തോ ചെയ്തിട്ട്
ഒക്കെ ചെയ്തു തന്നാലും ചിലവർ പറയുന്നത് ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാ. ആര്? ചിലവരെ. ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല ചേച്ചി. ഈ പെണ്ണ് പറയത്തില്ല, ചില വനിതകൾ. വാക്കത്ത് വല്ല എടുത്തോണ്ട് വന്നിട്ട് ചെയ്യാം. അമ്മ പോയി വല്ല കഴിച്ചിട്ടെ വീണ്ടും വന്ന് ചെയ്യാം. ഇതങ്ങ് എടുക്കാം. അരിയും അഞ്ചാറല്ലാടോ, ഒരു ചമടുണ്ട്. ലോഡിങ്ങാർ വന്ന പോലെ ഞാൻ വന്നത് റോഡെ. ഞാൻ കുറച്ച് പിടിക്കാം, അത് ഞാൻ പിടിക്കാം. വെള്ളം ചൂടാക്കാൻ എടുക്കണം. ചൂട്ട് അവിടുത്തെ എന്ത് അതെടുത്തോ. അളിയോ അളിയോ അളിയാ, ബാങ്ക് ടൈം കഴിയാറായി. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇപ്പം തന്നെ അപ്പക്കൊണ്ട് സാർ 2 പ്രാവശ്യം വിളിച്ചു. ഒരു കാര്യം ചെയ്യാൻ സാറേ, അപ്പോൾ കുടു സാറിനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി എടുത്തല്ലേ. പിന്നെ ഇപ്പോൾ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തത് മറിച്ചെന്നുള്ളത് ഒരു പാർട്ടി ബാക്കി ആണെങ്കിലും വിഷയം ഉണ്ടാക്കും. നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമല്ലേ, എന്നാലും കുഴപ്പമില്ല. ഞാൻ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. അല്ലെ ഒരു കാര്യം ചെയ്യും, തങ്കത്തിനോട് ചോദിക്കും വല്ല ചിട്ടി പൈസ വല്ലതും ഉണ്ടെങ്കിൽ. അയ്യോ, എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കിട്ടിയില്ല ഇതുവരെ. ഇല്ല ഇല്ല. എന്ത് ചെയ്യും? അപ്പൂട്ട സാറിനോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക്. സാറിനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. അപ്പം ആ കുഞ്ഞിൻ്റെ ഒരു ആവശ്യമൊന്നും പറയാൻ വന്നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മുത്തിനെ ഓർമ്മ വന്നു. അതാ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേന്. നിങ്ങൾ തിരക്കാളാണ് എനിക്കിത്. മച്ചപ്പേ തിരക്കി വന്നതാ, അതല്ലല്ലോ? അതെ. നമസ്കാരം. നമസ്കാരം. വീട്ടിലേക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ബി ഹെൽപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ. ആ അല്ല ഇപ്പം ഇല്ലേ അത്? അല്ല, അത് ഇടയ്ക്ക് വെച്ചൊന്നും മതിയാക്കി. ഞാൻ രാഷ്ട്രീയത്തിലോട്ട് വീണ്ടും സജീവമായപ്പോൾ അത് മതിയാക്കി. മതിയാക്കി. ഈ ബി ഹെൽപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ മോനൊരു ജോലി പണ്ട് കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. അന്ന് നിങ്ങൾക്ക് തരേണ്ടത് 1 മാസത്തെ ശമ്പളമാണ്. എൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എനിക്കത് തരാൻ പറ്റിയില്ല. പിന്നെ ഇനിയും ഞാനത് തന്നില്ല എങ്കിൽ അതൊരു ദൈവനിന്ദയായി പോകും. എൻ്റെ മോനും കൂടെ വരണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഇപ്പം വലിയ പൊസിഷനില്ല, അവന് മാനേജറൊക്കെ ആയി. അപ്പം ഞാൻ കാശ് കൊണ്ട് തരാനാണ് വന്നത്. കൊണ്ടുവന്നു. അല്ല, അത് അല്ല, വാങ്ങണം. എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വാങ്ങണം. വളരെ ഉപകാരം. മോനോട് അന്വേഷണം പറഞ്ഞേക്കാം. പറയാം. വലിയ ഉപകാരം. ചായ കുടിച്ചു? വേണ്ട. ഒന്നുമില്ലളിയാ, നമ്മളൊരു നന്മ ചെയ്താൽ ആ നന്മ നമ്മളെ തേടി വരും. എന്നാ എവിടെ നിന്റെ അപ്പക്കൂട്ട സാറിൻ്റെ പൈസ കൊടു. എന്തായാലും സമാധാനമായി. അപ്പം ഞാൻ ഇതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കട്ടെ. ശരി, അപ്പോൾ ഓക്കെ. Aliens.